ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെസിഫിക് പേഴ്സൺ, ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള ഇഷ്ടം ഒറിജിനൽ ആണോ, ജെനുവൻ ആണോ, ആത്മാർത്ഥമായിട്ടുള്ളതാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമാണോ എന്നൊക്കെയുള്ളത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ, എന്തെങ്കിലും ആവശ്യത്തിനുള്ള ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. കോൾ ചെയ്യാതിരിക്കുക, മാക്സിമം മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. നിങ്ങളുടെ ആ പേഴ്സണിൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ വ്യക്തിയുടെ കറണ്ട് എനർജി ടെംപ്ടേഷനാണ്. ഫാസ്റ്റിലെ ഒരു എനർജിയും കൂടി എടുക്കാം. ഡിസെപ്ഷൻ ആൻഡ് എൻവി ആണ്. ഫ്യൂച്ചറിലേക്ക് ഒരു എനർജി. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ച് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇവരുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എനർജി എടുത്ത സമയത്ത് നമുക്ക് വന്നത് ടെംപ്ടേഷനാണ്. ഓക്കെ, ഇതൊരു ഡബിൾ എനർജിയാണ്, നെഗറ്റീവ് എനർജിയാണ്. അതായത് ഇപ്പം കറൻ്റ്ലി ആ പേഴ്സൺ ആരുടെയോ കൺട്രോളിൽ നിൽക്കുന്ന സംതിങ് ലൈക്ക് എനർജിയാണ്. അതായത് ആരൊക്കെയോ കൺട്രോൾ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മനസ്സിൽ ഷാഡോ സെൽഫ് കൊണ്ട് നടക്കുന്ന ഒരാളുടെ എനർജിയാണത്. അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ ഇപ്പം കറൻ്റ്ലി ഉള്ള ഒരു സിറ്റുവേഷനകത്ത് അവർ സ്റ്റക്കാണ്, അതുപോലെ തന്നെ കുടുങ്ങി നിൽക്കുന്നത് പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. മെയിൻലി ആരെങ്കിലും ഒക്കെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഓർ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള എന്തോ ഒന്നിൽ ഇങ്ങനെ കൺട്രോൾഡ് ആണ് ആൾ എന്നുള്ള രീതിയിലാണ് കറണ്ട് എനർജീനകത്ത്. ഇനി നമ്മൾ പാസ്റ്റിൽ എടുത്ത സമയത്ത് എനിക്ക് ഡിസെപ്ഷൻ ആൻഡ് എൻവി ആണ് വന്നിട്ടുള്ളത്. മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ ഏതെങ്കിലും തരത്തിലൊരു ചതിയിലൂടെ വന്നിട്ടുള്ള ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. ഇത് നമുക്ക് ക്ലാരിറ്റി നോക്കാം. ഇനി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ച് ആണ്. ഫൈനലി ഇപ്പോൾ പ്രസൻ്റ്ലി പോകുന്ന സിറ്റുവേഷൻ തന്നെ മുന്നോട്ട് പോകുമ്പം അവർക്ക് എന്തായാലും ചാലഞ്ചുകൾ നേരിടേണ്ടി വരും. അവർക്ക് ഒബ്സ്റ്റക്കിൾസ് തന്നെയാണ് കാണുന്നത്. അതായത് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. അവർ നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ ഒരുപാട് ചാലഞ്ചുകൾ നേരിടേണ്ടി വരും. ഒരിക്കലും വെറുതെ അവർക്ക് ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാണുന്നുണ്ട്. അത് നമുക്ക് അവരുടെ പാസ്റ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറുമായിട്ട്. കാരണം പാസ്റ്റിനകത്ത് ഒരു ചതി, വഞ്ചന എന്നുള്ളൊരു കാർഡ് വരുമ്പം ഈ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് അവർ വന്നിട്ടുണ്ടാവുക. ചിലപ്പം ഓൾറെഡി അവർക്കൊരു പേഴ്സൺ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മാരീഡ് പേഴ്സൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ വാല്യുബിൾ പേഴ്സൺസ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും. എന്നിട്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ആക്കിയിട്ട് എടുക്കുക. എല്ലാവരുടെയും എനർജി ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പം നമുക്കിനി ഇതിനകത്ത് ശരിക്കും ഇവർ എന്തിനാണ് നിങ്ങളെ മീറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളതൊരു റിയൽ സ്നേഹമാണോ എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു എനർജി കാർഡ്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ആണ് വന്നിട്ടുള്ളത്, ആൻഡ് ഹാർമണി. ഓക്കെ, ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. സോൾമേറ്റ് ഓർ ലൈക്ക് അങ്ങനെയുള്ള ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട ആളുകൾ തന്നെയാണ്. അവർക്ക് ശരിക്കുമുള്ള റിയൽ ഹാർമണി എന്ന് പറയുന്നത് ലവേഴ്സിൻ്റെ എനർജിയാണ്. ഒരു യൂണിയൻ, സ്പിരിച്വൽ യൂണിയൻ ആണ്. സോ ഇവിടെ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ആരോടും തോന്നാത്ത ഒരു ഇഷ്ടം തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് ഓർ സോൾമേറ്റ് അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം അങ്ങനെയുള്ള സോളുകളെ നമ്മൾ കണ്ടുമുട്ടുമ്പം നമ്മുടെ കൂടെ വേറെ ഏത് ഇമ്പോർട്ടൻറ്റ് വ്യക്തികൾ ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് നമുക്കൊരു പ്രത്യേക തരം അട്രാക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് തന്നെയാണ് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത്. ഓക്കെ, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നൊരു കാർഡ് വരുമ്പം ഇത് അവരുടെ തീരുമാനങ്ങളിൽ അവരെപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ,
ഇവിടെ ടെംപ്റ്റേഷൻ വരുമ്പം സിറ്റുവേഷൻ ബേസ് ചെയ്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പലതരത്തിൽ മൂവ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. പക്ഷേ അവരുടെ സ്റ്റാൻഡിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ആളായിരിക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു കാർഡ്. ഓക്കെ, അപ്പം അവരുടെ തീരുമാനം അതെപ്പോഴും സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അവർ സ്ട്രോങ് തീരുമാനം എടുക്കണം സ്ട്രോങ് ആവാൻ. ഓക്കെ, അപ്പം ഈ എന്താ പറയുക, നിങ്ങളുമായിട്ടുള്ളൊരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ അത്രത്തോളമുള്ളൊരു എഫെക്ഷൻ ഒരു അട്രാക്ഷൻ അത് ജെനുവനാണ്, റിയൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് നേരത്തെ കാർഡ്സിന് ക്ലാരിറ്റി എടുക്കാം. ഏസ് ഓഫ് കപ്സും പേജ് ഓഫ് കപ്സുമാണ് വന്നിട്ടുള്ളത്. സോ ഇത് വളരെയധികം നിങ്ങളടുത്ത് സ്നേഹമുള്ള ഒരാളുടെ എനർജിയാണ്. അതായത് ഇവർക്ക് നിങ്ങളടുത്തുള്ളത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. അതായത് അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഒരു ലിമിറ്റ് ഇല്ലാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു കടല് പോലെ ഇങ്ങനെ ഒരുപാട് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. ഒരുപാട് സ്നേഹം ഇവർക്കുണ്ട്. ആൻഡ് പേജ് ഓഫ് കപ്സ് വരുമ്പം ഇതൊരു ക്യൂരിയോസിറ്റിയിലായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതായത് അവർ നിങ്ങളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കതൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. നമുക്കൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ പെട്ടെന്ന് തോന്നുമ്പം നമ്മൾ അത് നേടിയെടുത്തതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. പക്ഷെ അത് പോകെ ആ സ്നേഹം അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ കപ്പിൻ്റെ ഉള്ളിലാക്കി വെക്കുക, കൈകളിൻ്റെ ഉള്ളിൽ എടുത്തു വെക്കുക എന്നുള്ള രീതിയിൽ അതായിപ്പോയി. ഓക്കെ, അത് പിന്നീടാണ് അത് മനസ്സിലാവുന്നത്, അവർക്ക് പോലും മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ലൈഫിലെ നല്ലൊരു പാർട്ട്ണർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് പാസ്റ്റിൽ ഇപ്പം എന്തോ ഒരു സിറ്റുവേഷൻ, ഇപ്പം ഡിവോഴ്സ്ഡ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അവർക്ക് സ്മൂത്തഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല, മാരീഡ് ലൈഫ് അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു പുതിയ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അതിലെ പാർട്ട്ണർ എന്ന രീതിയിലാണ് അവർ നിങ്ങളെ മെൻഷൻ ചെയ്യുന്നത്. അപ്പം അതെല്ലാം അവരുടെ ഒരു ഈ സ്നേഹത്തിലേക്ക് വന്നതിൻ്റെ ശേഷമുള്ള അവർക്ക് അത്രയും ജെനുവൻ ആയിട്ട് നിങ്ങളെ തോന്നുകയും നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം ജെനുവൻ ആയതുകൊണ്ടുമാണ് അവരങ്ങനെ ഒരു തീരുമാനം എടുത്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ പേജ് ഓഫ് കപ്സ് വരുമ്പോൾ പോലും ഈ ക്യൂരിയോസിറ്റിയിൽ നിന്നും അവർ റിയാലിറ്റിയിലേക്ക് വരികയാണ്. ഓക്കെ, ഫസ്റ്റ് ക്യൂരിയോസിറ്റി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. മേ ബി ഇത് അവർ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം, ഒരു തമാശ രീതിയിൽ എന്ന രീതിയിലോ, അല്ലെങ്കിൽ കണ്ടപ്പം ഇഷ്ടമായി എന്നുള്ള രീതിയിലോ, ഒരു പ്രത്യേകതരം ഇഷ്ടം തോന്നിയെന്നോ അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഇപ്പം കറൻ്റ്ലി എന്തായാലും അവർക്കത് ഒരു കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മെസ്സേജ് കാര്യങ്ങളില്ല, അവർ മെസ്സേജ് അയക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ച് അത് കൺട്രോൾ ചെയ്യാൻ മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ. ഓക്കെ, ഡ്രീം ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാതിരിക്കാനോ, നിങ്ങളുടെ പ്രസൻസ് ഇല്ലായ്മ എന്ന് പറയുമ്പോൾ അവരുടെ ചിന്തകളിലായിക്കോട്ടെ അല്ലാതുള്ളതായിക്കോട്ടെ എങ്ങനെയായാലും അവർക്കത് ഇല്ലാതെ പറ്റില്ല. ഓക്കെ, അത്രത്തോളം ഒരു ഡീപ്പ് കണക്ഷൻ ഇവിടെ നിങ്ങൾ തമ്മിലുണ്ട്. ഓക്കെ, പക്ഷേ ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് ഈ ഒരു ടെംപ്റ്റേഷൻ എനർജിയാണ്. ഒരു കൺട്രോളിങ് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്, അവരുടെ ലൈഫിൽ ഒരു കൺട്രോളിങ് ഉണ്ട്. അതിന് റീസൺ ബേസ് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിലും അതങ്ങോട്ട് അവർക്കത് ആക്ഷനായിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണമായിട്ട് കാണുന്നത് കേട്ടോ. 9 ഓഫ് സൂട്ട്സ് ആണ്. ഇവർക്ക് ഒരുപാട് റിഗ്രറ്റ്, കുറ്റബോധമുണ്ട്, ഒരു പശ്ചാത്താപം, അല്ലെങ്കിൽ ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്കുകൾ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ ആ മിസ്റ്റേക്കുകളെല്ലാം ഇവർക്ക് ഭയങ്കരമായിട്ടും ഒരു റിഗ്രറ്റ് കൊടുക്കുക, അതൊരു കുറ്റബോധത്തിലേക്ക് എത്തിക്കുക. ഒരു സമയമാകുമ്പോൾ എത്ര ഹാപ്പി ആയി നടന്നാലും ഒരു സമയമാകുമ്പോൾ അവർക്ക് അവരുടെ എനർജിയെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ ഫീലിങ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ഡൗൺ ആയി പോകും. ഈവൻ മേ ബി അതൊരു ഒരു രാത്രി ഉറങ്ങാൻ നേരത്തൊക്കെ ആയിരിക്കാം അവർക്ക് ആ ഒരു എനർജി ഇങ്ങനെ ലോസ് ആവുന്നത്, ആലോചിച്ചിരുന്നു പോയി. ഈവൻ ചിലപ്പോൾ നിങ്ങളും ഇതേ എനർജിയിൽ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, സെയിം ആയിരിക്കും. അതായത് ഒരു സമയമാകുമ്പോൾ അവരെ മിസ് ചെയ്യുക, അല്ലെങ്കിൽ പാസ്റ്റിനെ ആലോചിച്ചിരുന്ന് പോവുക, എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിക്കുക, വേണം എന്നുള്ളൊരു തോന്നൽ, കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ, അതായത് ഒരു മിസ്സിങ്, ഓവറോൾ മിസ്സിങ് എനർജി, ഒരു ഫീലിങ്സ് ആണത്. ഇമോഷണലി കണക്ട് ആവുക. നിങ്ങളും ഇതേ അവസ്ഥയിൽ ഒരു സമയമാകുമ്പോൾ പോകുന്നുണ്ടാകുമായിരിക്കും. അതേ സെയിം എനർജി ഇവർക്കും ഉണ്ട് കേട്ടോ. കാരണം ഇത് വളരെ കുറ്റബോധമുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അവർക്ക് അവരെ തന്നെ സംടൈംസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്താലും അവർ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും, ബ്രേക്കപ്പ് ആണ്, ഇനി കോണ്ടാക്ട് ഇല്ല, കോണ്ടാക്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്താലും അവർ
കടന്നു പോകുന്ന ഒരു അവസ്ഥയാണിത്. ഓക്കെ, ഒരു സമയമാകുമ്പോൾ അവരെ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇമോഷണലി കണക്ട് ആവുക, ഒരുപാട് ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരിക. ഓക്കെ, ബാലൻസ്ഡ് ആവാൻ പറ്റാതെ കരഞ്ഞിരുന്ന് പോവുക, ഉറക്കം ഒട്ടും വരുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുന്നത്. അതൊക്കെ അവരുടെ സ്നേഹം ജെനുവൻ ആയതുകൊണ്ടാണ്. അവർ തെറ്റ് ചെയ്താലും ബ്രേക്കപ്പ് ആക്കി നിങ്ങളെ ഒഴിവാക്കിയാലും സിറ്റുവേഷൻസ് വന്നാലൊക്കെ നമുക്കൊരാളെ കുറിച്ച് ആലോചിച്ച് കുറ്റബോധം വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റിയൽ സ്നേഹമായതുകൊണ്ടാണ്. മനസ്സിൽ അത് റിയലാണ്, രണ്ടുപേരും തമ്മിലുള്ളത് റിയലാണ്, എൻ്റെ സോളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ലേറ്റ് ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് 3 of Wands ആണ്, ഒരു വെയിറ്റിംഗ് എനർജിയാണത്. ഈ പേഴ്സൺ എന്ത് സിറ്റുവേഷൻസ് വന്നാലും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു പ്രതീക്ഷയാണത്, എല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ. അതുപോലെ തന്നെ ഒരു വെയിറ്റിംഗ് എനർജിയാണ്, എവിടെയും പോകത്തില്ല, അത് അവിടെ തന്നെ ഉണ്ടാകും, അത് എൻ്റെ അടുത്തോട്ട് തന്നെ വരും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ വന്ന് അവസാനിക്കുള്ളൂ എന്നുള്ളൊരു തോട്ടാണത്. അതുപോലെ നിങ്ങളുടെ ഇടയിൽ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. ഒരു സ്ട്രോങ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും വാല്യുബിൾ ആയിരിക്കും. ഓക്കെ, അവർക്ക് ഒരിക്കലും നോ പറയാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടി നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു തേർഡ് പേഴ്സൺ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, ചിലപ്പം ഒരിക്കലും നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ലായിരിക്കാം. അതായത് ഒരു ഓൺലൈൻ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, സോഷ്യൽ മീഡിയ, എന്നിട്ട് പോലും ആ സ്നേഹത്തിനൊരു കുറവില്ല എന്നുള്ളതാണ്. ഇപ്പം അവിടെ അഗെയിൻ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്, അതായത് ടെംപ്ടേഷൻ കാർഡ് തന്നെയാണ് അഗെയിൻ വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ നിങ്ങളടുത്തുള്ള സ്നേഹത്തിൻ്റെ കാർഡാണിത്. മീൻസ് ഇപ്പം അവർ ഇത്ര കൺട്രോൾഡ് ആണെങ്കിലും ഒരു നെഗറ്റീവ് വൈബ്രേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങളോട് ഇമോഷണലി അതുപോലെ തന്നെ ഈ ഫീലിങ്സിനകത്ത് പോലും അവർക്ക് ഫിസിക്കലി ഒക്കെയുള്ള ഒരു റൊമാൻറ്റിക്കലി ആയിട്ടുള്ള എനർജി, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു പ്രസൻസ് അത്രത്തോളം ഡീപ്പാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരാളെ കാണുമ്പോൾ ഒരിക്കലും തോന്നാത്തൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തോ ഒരു അറ്റാച്ച്മെന്റ്, ഒരു കാന്തം വലിക്കണത് പോലെയുള്ളൊരു പ്രത്യേകതരം അട്രാക്ഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ചിലപ്പം പരിചയം പോലും ഇല്ലെങ്കിൽ പോലും അങ്ങോട്ട് പ്രത്യേകതരം ഒരു കണക്ഷൻ നമുക്ക് ഭയങ്കരമായിട്ടും പോവുക. അപ്പം ആ തരത്തിൽ നിങ്ങൾ തമ്മിൽ വരുന്നതിൻ്റെ റീസൺ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇപ്പം എത്ര ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ പോലും, നോ കോണ്ടാക്റ്റിലേക്ക് പോയാൽ പോലും അവിടെ വെറുതെ ഇരിക്കാൻ ഈ സോളുകൾ സമ്മതിക്കില്ല. അവരിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, പ്രസൻസ് വേണം എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം അതൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്, ഈ റൊമാൻറ്റിക് എനർജി ഒക്കെ. ഇപ്പം നിങ്ങൾ അത്രയും തമ്മിൽ ഒരു ഡീപ്പ് കണക്ഷൻ വന്നിട്ടില്ല, മീൻസ് റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, അതായത് കോണ്ടാക്ട് കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഡേറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതാണ് ശരിക്കും ഒറിജിനാലിറ്റി. ഇതാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പിരിയാൻ പറ്റില്ല. എത്ര തീരുമാനിച്ചാലും നിങ്ങൾക്ക് പിരിയാൻ പറ്റില്ല. കാരണം അത്രത്തോളം ആഴത്തിലാണ് നിങ്ങളുടെ റിലേഷൻ കിടക്കുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത് എല്ലാത്തിനെയും ബാലൻസ് ചെയ്തൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരാളെയാണ് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ഓപ്പൺ ആയിട്ട് അവരുടെ നിങ്ങളുടെ ഫീലിങ്സ് കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അവരതിനൊരു റിയാക്ട് ചെയ്യാത്തതുപോലെ, അല്ലെങ്കിൽ ഒരു നിങ്ങളെ സമാധാനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ തിരിച്ച് എനിക്കും അങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലോ മേ ബി അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അപ്പം ഇതാണ് ആ പേഴ്സൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അവർ എത്ര ജെനുവൻ ആണെങ്കിലും അവർക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും അവരത് കൺട്രോൾ ചെയ്യാണ്. കൺട്രോൾ ചെയ്യുന്നതിൻ്റെ റീസൺ അവർക്കത് പുറത്ത് എക്സ്പ്രസ്ഡ് ആവുന്നത് അവർ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്കുള്ള നിമിഷങ്ങളിലാണ്. അതൊരിക്കലും ഷെയർ ചെയ്തുകൊണ്ടല്ല. അപ്പം അതിൻ്റെ റീസൺ ആണ് ഈ ഒരു കൺട്രോളിങ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, 4 of Wands ആണ്. ഇത് നിങ്ങളെ മാരേജ് ചെയ്യണം അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ ആക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണിത്. ഓക്കെ, അതായത് ഇതൊരിക്കലും ഞാൻ പറഞ്ഞു ക്യൂരിയോസിറ്റിയുടെ പേരിൽ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ബട്ട് അത് പോകെ സീരിയസ് ആയി എന്നുള്ളതാണ്. പിന്നീടാണ് അത് വിട്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കണക്ഷൻ ആണ് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ അത് ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം, എന്നൊരു കണക്ഷൻ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അപ്പം അത് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് വിട്ടുപോകാൻ പറ്റാത്തതാണെന്നുള്ളത് ഇപ്പോഴാണ് ആ ഒരു റിയാലിറ്റിയിലേക്ക് അവർ വരുന്നത്.
അപ്പോൾ ഒരിക്കലും ഒരു ടൈം പാസ് ആയിട്ട് കൈവിട്ട് കളയണം എന്നുള്ളത് ഈ വ്യക്തി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പം നിങ്ങളെ ചീറ്റ് ചെയ്യണം എന്ന് ഇവിടെ എവിടെയും കരുതിയിട്ടില്ല. അവർ വന്ന വഴി ചിലപ്പോൾ ചീറ്റിംഗ് ആയിരിക്കാം, പക്ഷേ നിങ്ങളെ ചീറ്റ് ചെയ്ത് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ അവർ വിചാരിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ കൂടെ കൂട്ടാത്തത്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഇതൊന്നും തുറന്നു പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സിറ്റുവേഷനാണ്, ഈ ഒരു സ്ട്രോങ് കൺട്രോളിങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓർ പേഴ്സൺ, അതാണ് ഇവരുടെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, മേ ബി കമൻറ്റ് വരാം, പിന്നെ എന്താ അവർ തുറന്നു കാണിക്കാതെ. അതുകൊണ്ടാണ് ഞാൻ എഗെയിൻ ഒന്നും കൂടി പറഞ്ഞത്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ്സ് സ്പ്രെഡ് നമുക്ക് ഒരുപാട് വന്നു. അപ്പം അത് തന്നെയാണ് കാരണം എന്ന് പറയുന്നത്, അത് തന്നെയാണ്. ഓക്കെ, അപ്പം മേ ബി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സോൾമേറ്റ് ആയിരിക്കാം. ഓക്കെ, ഒരു ഫ്യൂച്ചർ എന്തായാലും ഇവിടെ നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ ഫ്യൂച്ചർ വരുന്നത് വളരെ ചാലഞ്ചിങ് ആയിരിക്കും, ഓബ്സ്റ്റക്കിൾസ് ആയിരിക്കും, സ്ട്രഗ്ലിങ് തന്നെ ആയിരിക്കും. പക്ഷേ ഒരു ഫ്യൂച്ചർ ഉണ്ട്, നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഏസ് ഓഫ് വാൻസിന് ഞാൻ പറഞ്ഞില്ലേ, ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്ക്. അട്രാക്ഷൻ ആണിത്, മാനിഫെസ്റ്റേഷൻ ആണിത്, വിട്ടുപോകാൻ പറ്റത്തില്ല. വിട്ടുപോകാൻ ശ്രമിക്കുമ്പം പിന്നെയും ഇങ്ങനെ വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരാളെ ഓർമ്മപ്പെടുത്തുക, അങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, അതായത് മൂവ് ഓൺ ചെയ്തതിൽ നിന്നൊന്ന് മാറാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കിയ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ജെനുവിൻ ആണോ, ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണോ എന്നുള്ളത്. ഉറപ്പായിട്ടും ഇവിടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ്. ഇവിടെ അവസ്ഥകളാണ് അവരെ ഇങ്ങനെയൊക്കെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് ഇതാണ് കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സോഡിയാക് സൈൻ നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം ഈ ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ സ്ട്രോങ് തേർഡ് പാർട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ മേ ബി കൺഫ്യൂഷൻസ് വരാം. എന്തായാലും ഒരു ഫ്യൂച്ചർ ഇവിടെ ഉണ്ടത് വളരെ പോസിറ്റീവാണ്, പക്ഷെ അത് സ്ട്രഗ്ലിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാം. ഈ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളതൊന്നും അങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, സോഡിയക് സൈൻ ടോറസ് വന്നിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപിയോ, ലിബ്ര, ലിയോ, സാജിറ്റേറിയസ്, ഏരിയസ്, അഗെയിൻ ലിയോ, പൈസിസ്, അഗെയിൻ ലിബ്ര വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള സോഡിയാക് സൈൻ എന്ന് പറയുന്നത്. പിന്നെ ക്ലൂസ് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് ക്ലൂസും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യാം കേട്ടോ.